നമ്മുടെ വികസന ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലേക്കാണ് ഇന്ന് കടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സപ്ലിമെന്ററി കരാർ ഒപ്പിടുന്നതോടുകൂടി 2028 തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 2028 നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 30 ലക്ഷം ടൺ TEU ചരക്ക് ശേഷിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ട്രയൽ റണ്ണിൻ്റെ സമയത്ത് തന്നെ വെറും 3 മാസം കൊണ്ട് നമ്മൾ 1 ലക്ഷം ടൺ TEU കണ്ടെയ്നറുകൾ അതിൻ്റെ ചരക്ക് നീക്കം നടന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വിഴിഞ്ഞം തുറമുഖം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ തന്നെയാകും. ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ എടുത്ത ഇച്ഛാശക്തിയെ നമ്മൾ കാണാതെ പോകരുത്. കാരണം എത്രയധികം പ്രതിസന്ധികൾ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വലിയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് എന്നാൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ കരാറുമായി മുന്നോട്ട് പോകുന്നതാണ്, തുറമുഖ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് ഇന്ന് കടക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തുറമുഖത്തിൻ്റെ ഈ കരാറിൻ്റെ സമഗ്ര വിവരങ്ങളുമായി ഷീജ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നമുക്ക് അതിൻ്റെ വിവരങ്ങളൊന്ന് കേട്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ പൂർണ്ണമായ യാഥാർത്ഥ്യമാകുന്നത്, അതായത് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുന്നതിൻ്റെ സപ്ലിമെൻ്ററി കരാർ ഒപ്പിടാൻ പോകുന്ന ദിവസമാണ്. ഈ കരാർ അനുസരിച്ച് 2028 നമുക്ക് തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ പൂർണ്ണമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെപ്പോഴാണ് ഈ കരാർ ഒപ്പിടുന്ന കാര്യങ്ങൾ, മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും മനു, ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമുക്ക് കേരളത്തിന്റെ ഒരു വലിയ സ്വപ്നം. അത് നമ്മൾ വലിയ തോതിൽ ആഗ്രഹിച്ചിരുന്ന ഒരു വിഴിഞ്ഞം തുറമുഖം, അതിന്റെ പ്രവർത്തനങ്ങൾ വലിയ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം, അതിന്റെ കമ്മീഷനിലേക്ക് അടക്കം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കമ്മീഷനിലേക്ക് കടക്കണമെങ്കിൽ നിർണായകമാകുന്ന എഗ്രിമെന്റ് ഇന്നിപ്പോൾ ഒപ്പുവെക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരിക്കും ഈ ഒരു കരാർ ഒപ്പുവെക്കൽ നടക്കുക. സർക്കാരും അദാനി പോർട്സും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഏതായാലും കമ്മീഷനിങ് എപ്പോൾ നടത്താൻ സാധിക്കും. ഈ മാസം അവസാനത്തോടു കൂടി കമ്മീഷനിങ് നടത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയുടെ അടക്കം സമയം ഇതിനുവേണ്ടി നോക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രിയുടെ സമയം ലഭിക്കാൻ വൈകുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് ഇതിന്റെ അതായത് ഔദ്യോഗിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, പിന്നീട് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉദ്ഘാടനം ആ സമയത്തേക്ക്, കമ്മീഷനിങ് എന്നുള്ളൊരു ചടങ്ങ് ആ സമയത്തേക്ക് വെക്കുക എന്നുള്ളതൊക്കെ സർക്കാരിന്റെ ആലോചനയിലുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചൊക്കെ വ്യക്തത വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാകുന്നത് ഈ ഒരു കരാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ ഒരു കരാറിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്ന കരട് കരാറിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. നേരത്തെയുള്ള കരാർ പ്രകാരം 2045 ഈ തുറമുഖത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മുതുഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാക്കേണ്ടത്. പക്ഷേ ഈ പുതുക്കിയ കരാർ പ്രകാരം അത് 2028 എന്നുള്ളതാണ്. ഈ രീതിയിൽ 2028 ഇതിന്റെ പൂർണ്ണതോതിൽ ഇതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 30 ലക്ഷം TEU എന്നുള്ളൊരു ശേഷിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിലവിൽ ഒരു ട്രയൽ റണ്ണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രയൽ റണ്ണിൽ തന്നെ കഴിഞ്ഞ ഒരു 3 മാസമായി 50 പടുകൂറ്റൻ ചരക്ക് കപ്പലുകൾ ഇവിടെ എത്തി എന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക്. അതും ഏറ്റവും വലിയ കപ്പൽ കമ്പനികളുടെ കപ്പലുകളാണ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് വിഴിഞ്ഞത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് എടുത്തു കാട്ടുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ രീതിയിൽ ചരിത്ര നേട്ടം ട്രയൽ റണ്ണിൽ തന്നെ വിഴിഞ്ഞത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷനിങ് കൂടി നടന്ന് അതിൻ്റെ ചരക്ക് ഗതാഗതം ആ വാണിജ്യ തലത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം വിഴിഞ്ഞം തുറമുഖത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇതിനകം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വലിയ കപ്പൽ കമ്പനികൾക്ക് പോലും വലിയ സുഗമമായ രീതിയിൽ ഇവിടെ ഈ ബർത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യം വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്നുണ്ട്. വലിയ കപ്പലുകളാണ്, 400 മീറ്ററിലധികം നീളമുള്ള വമ്പൻ കപ്പലുകൾ വരെ വിഴിഞ്ഞത്തേക്ക് ഏറ്റവും അനായാസമായി കടന്നു വരുന്നത് ഈ ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ MSC പോലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനി, അവർ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച്
പോസ്റ്റ് ഓഫീസ് തുടങ്ങാൻ പോകുന്നതടക്കമുള്ള ഡെവലപ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ട്രയൽ റൺ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ സൗത്ത് ഏഷ്യയിൽ, തെക്കേ ഏഷ്യയിൽ ഇതുവരെ വരാത്ത അത്ര വലിപ്പമുള്ള കപ്പലുകൾ വരെ വിഴിഞ്ഞത്തേക്ക് ഏറ്റവും സുഗമമായി കടന്നു വരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾക്കുള്ളിൽ കണ്ടു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഏതൊക്കെയോ കപ്പലുകൾ വരുന്ന വാർത്തകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഒന്ന് നോക്കൂ, ഇത് പൂർണ്ണമായും പൂർത്തിയായി കഴിയുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്നൊരു മാറ്റം എന്തായിരിക്കും? നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ലോകത്ത് ഏത് തരത്തിലായിരിക്കും അടയാളപ്പെടുത്താൻ പോവുക? അത് ഇന്ത്യക്ക് അഭിമാനമാകുന്നത് എങ്ങനെയായിരിക്കും? ഓരോ മലയാളിയെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷകരമായ അഭിമാനമായൊരു നിമിഷമാണത്. തീർച്ചയായും മനു, അതിൽ ഒരു സംശയമുണ്ട്. നമുക്കറിയാം, ഞാനും മനുവും കൂടി തന്നെ ആയിരിക്കും ഇതിന്റെ തുടക്കത്തിൽ ആദ്യ കപ്പലൊക്കെ വരുന്ന ഒരു സമയത്ത് നമ്മൾ തന്നെ പോയി അവിടെ ലൈവൊക്കെ ചെയ്തതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു മലയാളി എന്നുള്ള രീതിയിൽ എത്രത്തോളം അഭിമാനമായിരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കൂടി മനസ്സിലാവുക. ഏതായാലും അത്തരത്തിൽ ഒരു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് അതിൻ്റെ ചരക്ക് ഗതാഗതത്തിലേക്ക് കൂടി സുഗമമായ രീതിയിൽ ട്രയൽ റൺ പൂർത്തിയാക്കി അതിൻ്റെ കമ്മീഷനിലേക്ക് കൂടി എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതിനകം തന്നെ ലോക ശ്രദ്ധ ആർജിക്കാൻ വേണ്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെ ലോക ഭൂപടത്തിൽ വലിയൊരു സ്ഥാനം നേടിക്കൊടുക്കുന്നതാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. അതിനൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ കമ്പനികളാണ് ഇവിടെ ഇപ്പോൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കമ്മീഷനിങ് കഴിയുന്ന മുറയ്ക്ക് തന്നെ ഈ കമ്പനികളുടെയൊക്കെ ഓഫീസുകളുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഒരു ഭാഗത്ത് സർക്കാർ അത് ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനോടനുബന്ധമായി ഇവിടെ ഈ ഒരു തെക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, കേരളത്തിന്റെ തെക്കൻ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൂടി വലിയ തോതിലുള്ള വികസനം ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം ഒരു ട്രയാങ്കിൾ പദ്ധതിക്കൊക്കെ ഇതിന്റെ ഭാഗമായി തുടക്കമായിരുന്നു. ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ അത്തരത്തിലുള്ള ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വലിയ കപ്പലുകളിൽ, പടുകൂറ്റൻ കപ്പലുകളിൽ ചരക്കുകൾ എത്തിക്കുമ്പോൾ അതിന്റെ കണ്ടെയ്നറുകൾ ഇറക്കി ഇവിടെ നിന്നും മറ്റുള്ളിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് റോഡ് മാർഗം ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും എളുപ്പത്തിൽ കടൽ മാർഗം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ തെക്കൻ മേഖലയെ കൂടി അതിന്റെ ഒരു സോണാക്കി മാറ്റുന്ന പ്രവർത്തികളും സർക്കാർ ദ്രുതഗതിയിൽ ഇതിനകം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസമാണ് കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നു. ആ യോഗത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് അംഗീകാരമായിരിക്കുന്നു. അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ പോകുന്ന അത്തരത്തിൽ ദ്രുതഗതിയിൽ സംസ്ഥാനത്തിന്റെ ഒരു മുഖം തന്നെ വിഴിഞ്ഞം മാറ്റുകയാണ്. ആ വിഴിഞ്ഞം വികസന പദ്ധതി എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. അത് ഈ കേരളത്തിന്റെ മുഖമല്ല, ഇന്ത്യക്ക് തന്നെ അഭിമാനമായി വലിയൊരു വികസന പദ്ധതി അതാണ് മിടിതുറക്കുന്നത്. ഏതായാലും ഇന്ന് ഈ കരാർ കൂടി ഒപ്പിട്ട് കഴിയുമ്പോൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലേക്ക് കൂടി കടക്കുകയാണ്. കമ്മീഷനിങ്ങിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ്. മനു, തീർച്ചയായും അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വിഴിഞ്ഞമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പറഞ്ഞാലും തീരില്ല. കാരണം അത്രമാത്രം പ്രാധാന്യമുണ്ട് ഷീജ നമ്മുടെ സംസ്ഥാനത്തിന് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഇതിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നമുക്കറിയാം, അത് ഇതുവരെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിട്ടില്ല. ഇപ്പോൾ തരുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷേ തരുമ്പോൾ അത് ഗ്രാൻഡായിട്ടല്ല, പകരം വായ്പയായിട്ട് നമ്മൾ തിരിച്ചടക്കേണ്ട രീതിയിലാണ് തരുന്നതെന്ന് പറഞ്ഞത്. തിരിച്ചടക്കേണ്ട ഒരു നടപടിക്രമങ്ങളാണെങ്കിൽ ഏകദേശം 10,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു തിരിച്ചടവ് ക്രമീകരണം എന്ന് പറയുന്നത്. നോക്കൂ, രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ എങ്ങനെ കാണുന്നു, അതിലും അവർ രാഷ്ട്രീയം കലർത്തുന്നത് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെ മറികടന്ന്, അങ്ങനെയുള്ള നടപടികളെ മറികടന്നുകൊണ്ടാണ് LDF സർക്കാർ ഇവിടെ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന വേളയിൽ ഷീജ തന്നെ എത്രയോ തവണ അവിടെ നിന്ന് വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ തുറമുഖം അനുവദിക്കില്ല എന്ന നിലപാടെടുത്തൊരു പ്രതിപക്ഷം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ എടുത്ത ഒരു നയപരമായ സമീപനം, അങ്ങനെ ഈ സർക്കാരിൻ്റെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. തീർച്ചയായും മനു, അത് പറഞ്ഞു പോകാതെ സാധിക്കുകയില്ല. കാരണം സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ടുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഴിഞ്ഞം തുറമുഖം ഈ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്നത്, കമ്മീഷനിലേക്കടക്കം എത്തി നിൽക്കുന്നത് എന്നുള്ളത് പറയാതെ പോകാൻ സാധിക്കില്ല. അതിന് കാരണമെന്ന് പറയുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് പല കോണിൽ നിന്ന് പല രൂപത്തിൽ വന്ന പ്രതിഷേധങ്ങളാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉയർത്തിയ പ്രതിഷേധമാണെങ്കിൽ മറുഭാഗത്ത് നമുക്കറിയാം അവിടുത്തെ
മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്ന പ്രതിഷേധമുണ്ട്. പക്ഷേ ഈ എല്ലാ പ്രതിഷേധങ്ങളെയും ഒരേ രീതിയിൽ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ അത് രാഷ്ട്രീയപരമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ളതായിരുന്നു. അതിൽ വസ്തുതകൾ പറഞ്ഞ് സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, ആ വിഷയത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അവരെ കൂടി ഒപ്പം ചേർത്ത്, നിങ്ങളെ മാറ്റി നിർത്തിയല്ല അവിടെ ഒരു വികസനം വരുന്നത്, മറിച്ച് നിങ്ങളെ കൂടി ഒപ്പം ചേർത്ത് നിങ്ങൾക്ക് കൂടിയുള്ളൊരു വികസനമാണ് ഇത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി ആ രീതിയിലാണ് ആ സമരത്തെ പോലും സർക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ അവരെ ഒപ്പം ചേർത്ത് നിർത്തി ആ ഒരു സമരത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കി ആ സമരത്തിന് അവസാനം കുറിക്കുന്നു. ആ രീതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള മറ്റ് തിരിച്ചടികളും ഉണ്ടായിരുന്നു. അന്ന് കോവിഡ് മഹാമാരി, അതിനൊപ്പം തന്നെ പ്രളയം, ഓഖി, അങ്ങനെ വലിയ തിരിച്ചടികൾ ഈ ഒരു വിഴിഞ്ഞത്തിന്റെ ഓരോ ഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് വലിയൊരു അതിജീവനം തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. ഈ ഒരു ഘട്ടത്തിലും ഏത് പ്രതിസന്ധി വരുമ്പോഴും ഒരു കാര്യം മാത്രമാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു പ്രതിഷേധങ്ങൾക്കും വഴങ്ങാൻ സർക്കാർ തയ്യാറല്ല. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ്. അതായത് കേരളത്തിന്റെ മുഖം തന്നെ മാറുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് അതിലൂടെ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിന്റെ ഗുണഭോക്താക്കൾ ജനങ്ങൾ തന്നെ ആകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതയാണ് ഇതിലൂടെ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അതെല്ലാം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ മുന്നോട്ട് പോയത് എന്നുള്ളതിൽ സംശയമില്ല. അതിൽ ഏറ്റവും സുപ്രധാനം എടുത്തു പറയേണ്ടത് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി തന്നെയാണ്. കാരണം ഏതൊരു പ്രശ്നം വരുമ്പോഴും അതിൽ ഒരു പ്രതിഷേധം വരുമ്പോൾ അതിൽ ഒരു പ്രതിഷേധത്തിനെ നേരിടേണ്ട രീതി എന്താണ് എന്നുള്ളത്, അതിപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ അവർക്ക് അതിന്റെ വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെ, പ്രതിപക്ഷത്തിന്റെ എതിർസ്വരങ്ങളെ നേരിടേണ്ടത് രാഷ്ട്രീയപരമായി തന്നെയാണ് എന്നുള്ളത് സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതിൽ പ്രതിപക്ഷം പൊള്ളയായ വാദങ്ങൾ ഉയർത്തുമ്പോൾ അതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് ജനങ്ങളോട് പറഞ്ഞ് ആ രീതിയിലാണ് സർക്കാർ ഈ വിഷയത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയത് എന്നുള്ളതിൽ സംശയമില്ല. ആ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ദിവസത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. മനു. ശരി ഷീജ, ഏതായാലും ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഷീജ രാവിലെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാർ, അതായത് അനുബന്ധ കരാർ, ഇന്ന് ഒപ്പിടാൻ വേണ്ടി പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലാണ് ഈ കരാർ ഒപ്പിടുക. ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത്. ഈ കരാർ ഒപ്പിടുന്നതോടുകൂടി 2028, അതായത് 3 വർഷങ്ങൾക്കപ്പുറം തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഷീജ, താങ്ക് യു ഈ സന്തോഷമുള്ള വാർത്ത രാവിലെ നൽകിയതിന്.